സോ നമ്മളിനി കാണാൻ പോകുന്നത് ഈ വേൾഡ് കപ്പിലെ നടക്കാതെ പോയ ഒരു ഫൈനലിസിമയാണ്. കേവലം ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇത്രയും കാലം ഉണ്ടായിരുന്ന ഓളം അത് വേറെ ലെവൽ തന്നെയായിരുന്നു. അപ്പം ഇനി ഇതെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ദ ഫൈനൽ ഇസ് ബിറ്റ്വീൻ അർജൻറ്റീന ആൻഡ് സ്പെയിൻ. എന്തായാലും എല്ലാ ഫുട്ബോൾ പ്രേക്ഷകർക്കും അല്ലെങ്കിൽ എല്ലാ ഫുട്ബോൾ ഫാൻസിനും ഒരുക്കിയിട്ടുള്ള ട്രീറ്റ് തന്നെയാണ് ഈ അർജൻറ്റീന വേഴ്സസ് സ്പെയിൻ മത്സരം. സോ ഈ മാച്ചിൽ എന്ത് സംഭവിക്കും? സൈഫൊക്കെ പറഞ്ഞു. യെസ്, നടക്കപ്പെടാതെ പോയ ഒരു ഫൈനലിസിമ. നമ്മൾ ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മാച്ചായിരുന്നു ഒരു ഫൈനലിസിമ നടക്കുകയാണെങ്കിൽ. ഈ നൂറ്റാണ്ടിൽ ഒരു പക്ഷേ ലമീൻ യമാലും ലയണൽ മെസ്സിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് കാണാൻ വലിയ ആഗ്രഹത്തോടു കൂടി നമ്മൾ കാത്തിരുന്നത്. അപ്പോൾ ഖത്തറിൽ പോകാൻ വേണ്ടി ഞാനൊക്കെ പേഴ്സണലി ആഗ്രഹിച്ചതും അതിനുവേണ്ടി ശ്രമങ്ങളൊക്കെ നടത്തിയതായിരുന്നു, ഖത്തറിൽ അത് നടക്കുകയാണെങ്കിൽ. പക്ഷേ അത് നടന്നില്ല. പക്ഷേ കളി ദൈവങ്ങൾ നമുക്കത് വീണ്ടും അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ്. അപ്പോൾ ലോകകപ്പിൻ്റെ കലാശപ്പോരിൽ സ്പെയിനും അർജൻറ്റീനയും നേർക്കുനേർ വരുന്നു. അതും ലയണൽ മെസ്സി വേഴ്സസ് ലമീൻ യമാൽ. ലമീൻ യമാൽ ഓഫ് കോഴ്സ് എന്താ പറയുക, ഒരു ഫുട്ബോളിൻ്റെ ലെജൻഡ്, ഓൾറെഡി ഗോയിങ് ടു ബി എ ലെജൻഡ് എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ലയണൽ മെസ്സി പ്രൂവ് ചെയ്ത ലെജൻഡാണ്. അപ്പോൾ അങ്ങനെ രണ്ട് ലെജൻഡുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടിയാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ കൗതുകങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട്ലി മാച്ച് നടക്കട്ടെ എന്നുള്ളതാണ് അന്ധമായ പിന്നെ മെസ്സി ആരാധനയും അർജൻറ്റീന ആരാധനയും കൊണ്ട് നടക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ഫ്രണ്ട്ലി മാച്ച് നടക്കട്ടെ എന്നുള്ളൊരു മനസ്സുണ്ട്. എന്ന് വെച്ചാൽ അന്ധമായ മെസ്സി ആരാധനയുള്ള ആളുകളൊക്കെ ഓഫ് കോഴ്സ് ഒരു കാലത്ത് ബാഴ്സലോണ ആരാധകർ കൂടിയായിരുന്നല്ലോ. സ്വാഭാവികമായി അതുവഴി സ്പാനിഷ് ആരാധകരാണല്ലോ, സെക്കൻഡ് ടീമാണല്ലോ. അപ്പോൾ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം പെറ്റമ്മയും പോറ്റമ്മയും തമ്മിലുള്ള ഒരു ക്ലാഷാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെറ്റമ്മ അർജൻറ്റീനയും പോറ്റമ്മ സ്പെയിനുമാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വികാരങ്ങളുടെ ഒരു വൈകാരികതയുടെ ഏറ്റുമുട്ടൽ കൂടി അവിടെ ഉണ്ട്. ഇപ്പം അർജൻറ്റീനയും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുന്നത് പോലെയോ അർജൻറ്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നത് പോലെയേ അല്ല. അപ്പോൾ അത് ആ ഒരു മാച്ച് നടക്കുമ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ഒരു ഫീല് എന്നുള്ളത് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു ഫീൽ തന്നെയാണ്. ആര് ജയിച്ചാലും ഫാൻസിന് അത്ര സങ്കടം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അത്ര സങ്കടം ഉണ്ടാവില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് തിരികൊളുത്തുണ്ട്. ഇപ്പോൾ ഒരു വൈകാരികതക്ക് ട്രിഗർ ചെയ്യാൻ ലപ്പോർട്ടൊക്കെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലപ്പോർട്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരങ്ങളൊക്കെ വരെ ഒരു സംശയത്തിൻ്റെ കണ്ണുകളോടുകൂടി കണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം അത് നല്ലോണം കത്തിപ്പിടിപ്പിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്നാലേ വേറൊരു തരത്തിലൊരു വൈകാരിക എലമെൻറ്റ്സ് അതിന് വരുള്ളൂ. നമ്മളൊരു സോഫ്റ്റ് മൂഡോട് കൂടിയാണ് ഇപ്പോൾ ഈ മത്സരത്തെ കാണുന്നത്. അതിനപ്പുറത്തേക്ക് വേറൊരു തല അതിന് വരണം, എന്നാലേ അതിനൊരു ആവേശം വരുള്ളൂ. അപ്പോൾ ലയണൽ മെസ്സി വേഴ്സസ് ലമീൻ യമാൽ എന്നതിനപ്പുറത്തേക്ക് ലയണൽ മെസ്സി വേഴ്സസ് റോഡ്രി എന്ന് കാണണം. റോഡ്രിയാണ് ഇപ്പോൾ സ്പെയിനുമായി ലയണൽ മെസ്സി ഏറ്റുമുട്ടാൻ പോകുമ്പോൾ ലയണൽ മെസ്സിയെ തളയ്ക്കാൻ അല്ലെങ്കിൽ ലയണൽ മെസ്സിയെ പൂട്ടാൻ ആരുണ്ടിവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരാളുണ്ട് എന്ന് നെഞ്ചു വിരിച്ച് പറയാൻ അവിടെ റോഡ്രി ഉണ്ട്. റോഡ്രി മാത്രമല്ല, കുക്കുറയുണ്ട്. ആ വിങ് റോഡ്രിയും കുക്കുറയും പോട്ടയും ഓഫ് കോഴ്സ് നമ്മുടെ കുബാസിയൊക്കെ അവർക്കൊക്കെ ഒരു പക്ഷേ ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാലും നേരിട്ട് കുക്കുറയും റോഡ്രിയാണ് ആ വിങ് അദ്ദേഹത്തെ പിടിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ ലയണൽ മെസ്സിയെ അങ്ങനെ പ്ലാൻ ചെയ്ത് പൂട്ടലൊന്നും നടക്കില്ല. കിട്ടിയാ കിട്ടി, ആ മൊമെൻറ്റിൽ കിട്ടി. അല്ലാതെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ വരച്ചിട്ട് മെസ്സി ഈ വഴി വരും, നമ്മൾ ഈ വഴി നിന്നാൽ മതി, നീ ഈ വഴി തക്കം പാർത്തിരുന്നോണം, അങ്ങനെ ഒന്നും പൂട്ടാൻ പറ്റിയൊരു കക്ഷിയല്ല ലയണൽ മെസ്സി എന്ന് ഇംഗ്ലീഷുകാരോട് ചോദിച്ചാൽ മതി. അവർ പറഞ്ഞുതരും കഴിഞ്ഞ കളി എന്താ സംഭവിച്ചതെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ സ്ഥിരം ഏരിയ ഉണ്ടല്ലോ, ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഇങ്ങനെ തുടുക്കുന്ന ആ ഒരു ഡി ബോക്സിന് മുന്നിൽ ഏരിയ, അവിടെ വെച്ച് ചിലപ്പം പൂട്ടാൻ കഴിഞ്ഞു വരും. പക്ഷേ അങ്ങനെ പൂട്ടിയാൽ തന്നെ പിന്നെ അയാൾ എങ്ങോട്ടേക്ക് ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു തീർപ്പ് ആർക്കും കൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അയാൾ എവിടെ കളിക്കണമെന്ന് അയാളാണ് തീരുമാനിക്കുന്നത്. പക്ഷേ സ്കലോണിക്ക് പോലും പ്ലാൻ ഇല്ലാത്തൊരു കേസാണ് ലയണൽ മെസ്സി എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ലയണൽ മെസ്സി അങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ വരച്ച് ഡിസൈൻ ചെയ്ത് പൂട്ടലൊന്നും നടക്കാൻ പോകുന്നില്ല. ആ സമയത്ത് അദ്ദേഹത്തെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരിക്കും റോഡ്രിയും ഒരു പക്ഷേ ഫ്യുവൻ്റെയും നോക്കാൻ പോകുന്നത്. അത് വിജയിക്കുകയാണെങ്കിൽ, അറ്റ് ദ മൊമെൻറ്റ് അവന്മാർ വിജയിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ലയണൽ മെസ്സിയെ പൂട്ടാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഇതിനകത്ത് കുറേ കൂടി ഒരു ഇമോഷണൽ അല്ലെങ്കിൽ കുറേ കൂടി ഒരു എന്താ പറയുക, ഒരു അനുകൂലമായ ഒരു പണത്തൂക്കം, എന്താ പറയുക, ഒരു അനുകൂലമായ ഗ്രൗണ്ട് ഉള്ളത് സ്പെയിനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഗംഭീരമായ ടീമുകളോട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഫൈനലിലേക്ക് എത്തിയത്. എന്ന് വെച്ചാൽ പോർച്ചുഗൽ, ബെൽജിയം,
പിന്നെ ഫ്രാൻസ്, പോർച്ചുഗൽ, ബെൽജിയം, ഫ്രാൻസ്, ഈ 3 ഘടാഘടിയന്മാരായ ടീമുമായിട്ട് മുട്ടിയിട്ടാണ് അവർ വരുന്നത്. അർജൻറ്റീന അത്രമേൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. ആകെ സെമിയിൽ ഇംഗ്ലണ്ടാണ് ഒരു നല്ല ടീം കിട്ടിയത്. മറ്റ് ടീമുകളൊന്നും മോശമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈജിപ്ത് ആയാലും കേപ്പ് വെർദെ ആയാലും പിന്നെ സ്വിറ്റ്സർലൻഡ് ആയാലും ഒക്കെ ഇപ്പോൾ നമ്മൾ കമ്പാരിറ്റീവ്ലി വലിയൊരു ടീമുകളല്ലല്ലോ. പക്ഷേ എങ്കിൽ കൂടി ആ മത്സരങ്ങളിലൊക്കെ അർജൻറ്റീന പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യം ഗോൾ കൺസീഡ് ചെയ്ത് തിരിച്ചു വരുന്ന ഒരു മാച്ചായിരുന്നു എല്ലാ മാച്ചും. പക്ഷേ ഈ വലിയ ടീമുകളൊക്കെ ആയിട്ട് മത്സരിച്ച് അവരുടെയൊക്കെ എല്ലാ തരത്തിലുള്ള സ്റ്റൈൽ ഓഫ് ഫുട്ബോളിനെയും അതിജീവിച്ചാണ് സ്പെയിൻ വരുന്നത്. അതുകൊണ്ട് കുറേ കൂടി കളത്തിൽ ഒരു അഡ്വാൻറ്റേജും കുറേ കൂടി ഒരു അനുകൂലമായ സാധ്യതയും ഒരു പക്ഷേ സ്പെയിന് കൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും ലയണൽ മെസ്സി എന്ന ഫാക്ടർ തന്നെയാണ് അർജൻറ്റീന ഈ കപ്പ് നേടുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിൽ അഡ്വാൻറ്റേജ് ആവുക ലയണൽ മെസ്സി എന്ന ഘടകം തന്നെയായിരിക്കും. ഇപ്പോൾ ലയണൽ മെസ്സിയുടെ ദ ലാസ്റ്റ് ഡാൻസ് നമുക്ക് ഓഫ് കോഴ്സ് പറയാം. പക്ഷേ അദ്ദേഹം വിരമിക്കുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. എൻ്റെ ശരീരം എന്നെ എത്രമാത്രം അനുവദിക്കും അത്രയും കാലം ഞാൻ കളിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. അപ്പോൾ തോറ്റാലൊരു പക്ഷേ വിരമിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ ഞാൻ കാണുന്നുണ്ട്. ജയിച്ചാലും പക്ഷേ വിരമിക്കാൻ സാധ്യതയില്ല. എങ്കിൽ കൂടിയും ഇതൊരു ലാസ്റ്റ് ഡാൻസാണ്. അദ്ദേഹത്തെ ഇങ്ങനെ നിറ കണ്ണുകളോട് അനുഭവിക്കാനുള്ള അവസാനത്തെ അവസരമാണ്. അപ്പോൾ അത് ഫുട്ബോൾ പ്രേമി, ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്ന എല്ലാവരും അത് ഹൃദയത്തിലേക്ക് കയറ്റിക്കൊണ്ട് തന്നെയായിരിക്കും ഈ ഫൈനൽ കാണാൻ പോകുന്നത്. പിന്നെ ലമീൻ യമാൽ അപ്പുറത്തും ലയണൽ മെസ്സി ഇപ്പുറത്തും കളിക്കുന്ന ഒരു ബിഗ് മാച്ചാണ്. അത് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം മൊമെൻ്റാണ്. അത് പരമാവധി ആസ്വദിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അർജൻറ്റീനയുടെ ഒരു വലിയൊരു സൈഡ് സേഫ് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് സ്പെയിൻ എങ്ങനെ കളിക്കാനായിരിക്കും ചാൻസ്? സ്പെയിന് സേഫ് പറഞ്ഞ പോലെ തന്നെ മെസ്സി എന്ന ഫാക്ടറാണ് ഈ ടൂർണമെൻറ്റിലുടനീളം നമ്മൾ കണ്ടത് അർജൻറ്റീന എവിടെ എത്തിച്ചത്. നമ്മൾ ഈ ടൂർണമെൻറ്റ് തുടങ്ങുമ്പോൾ സൈഫുവിനെ തന്നെ ഉദ്ധരിക്കുക. ഞാൻ സൈഫുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് കണ്ടത്. ഈ പ്രാവശ്യം നമുക്ക് സമാധാനത്തോടു കൂടി വേൾഡ് കപ്പ് കാണാൻ അർജൻറ്റീന ഫാൻസ് പിന്നെ വിചാരിക്കുന്ന ഒരു വേൾഡ് കപ്പ് എന്ന് ഞാൻ സൈഫുവിൻ്റെ പോസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഒരു വേൾഡ് കപ്പ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. മെസ്സി എന്ന് പറയുന്ന ഇതിഹാസത്തിൻ്റെ പൂർണ്ണത 2022 ലുസൈൽ സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടു. മരുഭൂമിയിൽ നിന്ന് കപ്പുമായി അദ്ദേഹം മടങ്ങി. ഇനി കിട്ടുന്നത് ബോണസാണ് ഫാൻസിന്. അപ്പോൾ അവിടെ സമാധാനത്തോടെ കാണാമെന്ന് കരുതിയ വേൾഡ് കപ്പ് പക്ഷേ നമ്മൾ ഇതുവരെ ഒരു സമാധാനം തന്നിട്ടില്ല നമുക്ക്, ആണ് സത്യം. ആദ്യ റൗണ്ട് പിന്നെ താരതമ്യേന അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ നോക്കൗട്ടിലേക്ക് എത്തിയപ്പോൾ ഓരോ മാച്ചിലും എന്താ പറയുക, നമ്മൾ അർജൻറ്റീന സ്ട്രഗിൾ ചെയ്യുന്നു, അതിന് അവസാനം തിരിച്ചു വരുന്നു. ആരാധകരെ അല്ലെങ്കിൽ കളി കാണുന്ന ഇഷ്ടക്കാരെ കുറച്ച് സമയം ബുദ്ധിമുട്ടിച്ചിട്ട് ഓരോ നെഞ്ചിടിപ്പ് കൂട്ടിയിട്ട് അവസാന നിമിഷങ്ങൾ തിരിച്ചു വന്ന് ജയിക്കുന്ന ഒരു ശീലം അത് ഈ വേൾഡ് കപ്പിൽ അർജൻറ്റീന കണ്ടു. അതിനൊക്കെ ചുക്കാൻ പിടിച്ചത് ഒരേ ഒരു വ്യക്തിയാണ്. ആര്? ലയണൽ ആൻഡ്രേ മെസ്സി എന്ന് പറയുന്ന ഇതിഹാസമാണ്. അപ്പോൾ 2022 വേൾഡ് കപ്പ് നോക്കുമ്പോൾ നമുക്ക് ആ വേൾഡ് കപ്പിൽ ഒരു സൂക്ഷ്മമായ കാര്യം എന്ന് പറഞ്ഞാൽ മെസ്സി ഓഫ് കോഴ്സ് അർജൻറ്റീനയുടെ സെൻറ്റർ പോയിൻ്റ് ആയിരുന്നു. അതേസമയം തന്നെ സ്കലോണിക്ക് അന്ന് മെസ്സി ഇല്ലാതൊരു ഗെയിം കൂടി, അതിന് വിത്തൗട്ട് മെസ്സി എന്ന് പറയുന്ന ഒരു ഗെയിം പ്ലാൻ കൂടി ഉണ്ടായിരുന്നു. കാരണം അന്ന് മെസ്സി ടൈറ്റായി മാർക്ക് ചെയ്യപ്പെടുകയും മെസ്സിയിലേക്കുള്ള ചാനലുകൾ ബ്രേക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഘട്ടങ്ങളിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അന്ന് ഒരു വിത്തൗട്ട് മെസ്സി ഒരു പ്ലേ അർജൻറ്റീന കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ വേൾഡ് കപ്പിൽ പക്ഷേ അങ്ങനത്തെ കളി അധികം നമ്മൾ കണ്ടിട്ടില്ല. അതിൻ്റെ കാര്യം വെച്ചാൽ മെസ്സി അദ്ദേഹമാണ് പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്തു. 8 ഗോളുകൾ അടിച്ചിട്ടുള്ള ഒരു പ്ലെയർ, 4 അസിസ്റ്റ് അല്ലേ, 4 അസിസ്റ്റ് ഉണ്ട്. ഒരു അസിസ്റ്റും കൂടി ഉണ്ടാവേണ്ടായിരുന്നു. എന്തോ ഒരു ചെറിയൊരു ഓൺ ഗോളിൻ്റെ പേരിൽ മിസ്സായി പോയ സംഗതിയാണ്. പിന്നെ ഒന്നും പറയാനില്ല, 39 വയസ്സ് എന്ന് പറയുന്നതൊക്കെ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്നതൊക്കെ അതുപോലും അപ്രസക്തമായ തരത്തിൽ. ഇപ്പോൾ ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ അതിന് കീഴിലൊരു സുഹൃത്ത് വന്ന് കമൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇയാൾ അടുത്ത വേൾഡ് കപ്പും കളിക്കും ഷുവർ എന്നാണ്. കാരണം ഈ മെസ്സിയുടെ ഈ ടൂർണമെൻറ്റിലെ കളി കാണുന്ന ഏതൊരാൾക്കും അയാൾ ഈ ടൂർണമെൻറ്റ് ശേഷം വിരമിക്കുമെന്ന് പറയാൻ കാരണങ്ങളൊന്നുമില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലെയർ ഇവിടെ ഉണ്ടാകുമ്പോൾ അയാൾ ആക്ടിവേറ്റഡ് ആയൊരു വേൾഡ് കപ്പാണ്. അതിനെ ബ്രേക്ക് ചെയ്യാൻ അയാൾ എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളതാണ് സ്പെയിനിൻ്റെ കളി. സ്പെയിൻ ഓഫ് കോഴ്സ് നമുക്കറിയാം, നമ്മൾ സെമി ഫൈനൽ ഇംഗ്ലണ്ട് അർജൻറ്റീന സെമി ഫൈനൽ നമ്മൾ പറഞ്ഞിരുന്നു മെസ്സിയെ മാൻമാർക്ക് ചെയ്യാൻ ഇംഗ്ലണ്ട് ശ്രമിക്കില്ല. കാരണം അവരുടെ സ്റ്റൈൽ ഓഫ് പ്ലേയിൽ അതില്ല. സെയിം സംഗതിയാണ്, മെസ്സിയെ മാൻമാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മെസ്സിയെ ഒരു പരിധിക്കപ്പുറത്തേക്ക് എന്താ പറയുക സഫോക്കേറ്റ് ചെയ്യാനോ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ മെസ്സിയിലേക്ക് എത്തുന്ന ബോൾ തടയാനും കഴിയില്ല. മെസ്സിയിൽ നിന്ന് പുറപ്പെടുന്ന ബോളുകൾ തടയാനും കഴിയില്ല. കാരണം അത് നമ്മളറിയാം 11 പേരുമായി ബോക്സ് ഡിഫെൻഡ് ചെയ്തിട്ടാണ് ഇംഗ്ലണ്ട് കഴിഞ്ഞ കളി തോറ്റത്. നമുക്ക് കണ്ടു അല്ലേ. അവസാനമാകുമ്പോഴേക്കും ഡിഫൻഡർമാരെങ്ങനെ കുപ്പിയിൽ നിന്ന് ഇറക്കുന്ന ബോധങ്ങളെ പോലെ ഇറക്കി വിട്ടിട്ട് പോലും ആ കളി ഇംഗ്ലണ്ട് തോറ്റത് എന്തുകൊണ്ടാണ്?
മെസ്സി എന്ന് പറയുന്ന മജീഷ്യൻ്റെ മുമ്പിലാണ്. ഇപ്പോൾ ഇന്ന് ട്രംപ് വരെ ഉണ്ട് മറ്റേ ഇയാളെ ഈ തോമസ് തുഹലിനെ പരിഹസിച്ചിട്ടുണ്ട് പിന്നെ ഡിഫൻസ് കളിച്ചിൻ്റെ പേരിൽ. അതൊക്കെ എൻ്റെ ഒരു ഐറണി നോക്കണേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇംഗ്ലണ്ട് പോലെ ഒരു പൊസഷൻ ആൻഡ് അറ്റാക്കിംഗ് ഗെയിം കളിക്കുന്ന ടീം മെസ്സിൻ്റെ മുന്നിൽ നിരായുധനായെങ്കിൽ അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് സ്പെയിനിന് പാഠം പഠിക്കാണ്ടാവും. സ്പെയിൻ പക്ഷേ എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിനെ പോലെ ഒരു പിന്നെ സിറ്റ് ബാക്കിംഗ് കളിക്കുന്ന ടീമല്ല. ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും നല്ല ബാക്ക് ലൈൻ ഉള്ളത് സ്പെയിനാണ്. അവർ ആകെ ഒരൊറ്റ സിംഗിൾ ഗോളാണ് കൺസീഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അവരുടെ പിന്നെ വിങ് ബാക്കുമാരുടെ ആയാലും സെൻറ്റർ ബാക്കുമാരുടെ ആയാലും അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും റോഡ്രി, സേഫ് പറഞ്ഞ പോലെ റോഡ്രി എന്ന് പറയുന്ന ഒറ്റ മരം അവിടെയുള്ള സ്ഥിതിക്ക് അതിൽ വേൾഡ് ക്ലാസ് ആണ്. അതൊരു പിന്നെ എന്താ പറയുക, പൊളിച്ചു മാറ്റാൻ പറ്റാത്തൊരു കോട്ടവാതിലാണ്. അപ്പോൾ അവിടെ കടന്ന് മെസ്സിക്ക് അല്ലെങ്കിൽ അർജൻറ്റീനയ്ക്ക് ചെല്ലാൻ പറ്റുക എന്നുള്ള വെല്ലുവിളി ഉണ്ടാവും. അപ്പോൾ അവിടെ ആയിരിക്കും, ആ ഒരു ഏരിയയിലായിരിക്കും കളി കേന്ദ്രീകരിക്കപ്പെടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് അർജൻറ്റീന കളിക്കാൻ പോകുന്ന കളിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതിൽ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളിപ്പോൾ ഈ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ട കളികളുടെ ഒരു പരിചയവും നമുക്കറിയാവുന്ന കാര്യങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. കളി കഴിഞ്ഞിട്ട് റിസൾട്ട് മാറുമ്പോൾ അയാൾ ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ കമൻറ്റുകൾ പ്രശ്നമായിട്ടുണ്ട് ആയതുകൊണ്ടല്ല, നമ്മൾ പ്രവചനമല്ല നടത്തുന്നത്, നമ്മൾ എന്താ വിശകലനമാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു നമ്മൾ കണ്ട കളി നമ്മുടെ ഒരു പിന്നെ എന്താ പറയുക നമ്മുടെ പരിമിതമായ അറിവിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. മെസ്സിയെക്കുറിച്ച് പ്രവചനങ്ങൾ നടത്താൻ കഴിയില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും ഇപ്പോൾ മറ്റേ ബ്രസീൽ നോർവേ മാച്ചിൽ നൂറൊക്കെ ഞാൻ ബ്രസീൽ കേക്ക് വാക്കായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് നമ്മൾ ബ്രസീലിൻ്റെ കളി ആ കളി കളിക്കുന്നത് പ്രതീക്ഷിച്ചിട്ടാണ്. അത് പക്ഷേ അവർ കളിക്കുന്നില്ല. അതുപോലെ സ്പെയിൻ, അതുപോലെ എന്താ പറയുക ഫ്രാൻസ് മാച്ച്, നമ്മളെ മാച്ചിൽ പ്രതീക്ഷിക്കുന്നത് ഫ്രാൻസ് ഒരു മേൽക്കേ ഉണ്ടാവും എന്നുള്ളതായിരുന്നു. പക്ഷേ ഫ്രാൻസിനെ ഔട്ട് ക്ലാസ് ചെയ്യുന്ന തരത്തിൽ പിന്നെ റോഡ്രി എന്ന് പറയുന്ന ഒരു മജീഷ്യനോടെ കളിച്ചു. സ്വാഭാവികമായിട്ട് അർജൻറ്റീന ഇംഗ്ലണ്ട് മാച്ചിൽ പോലും നമ്മൾ ഇങ്ങനെ ഒരു മാച്ചല്ല പ്രതീക്ഷിച്ചത്. കാരണം സെക്കൻഡ് ഹാഫ് ടോട്ടലി സിറ്റ് ബാക്ക് ചെയ്യാന്ന് പറയുന്ന ട്രംപ് വരെ ട്രോളുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇംഗ്ലണ്ട് പോകുന്ന പ്രതീക്ഷയില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ അതാണ് പറയുന്നത്. അപ്പോൾ ഫൈനലിൽ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ ആ മുൻകൂർ ജാമ്യത്തോടുകൂടി പറയട്ടെ, സ്പെയിനിൻ്റെ ഒരു പിന്നെ കളി കാണുമ്പോൾ നമ്മുടെ ഒരു യന്ത്രത്താണ് ഓർമ്മ വരിക. ഒരു പെർഫെക്റ്റ് ഒരു മെഷീനാണത്. മറ്റേ എണ്ണയിട്ട യന്ത്രം പോലെ നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയും. ശരിക്കും അതാണത്. അവർക്കൊരു കൃത്യമായ ഘടനയുണ്ട്, കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട്, കൃത്യമായ ശൈലിയുണ്ട്. ഒരു പന്ത് ഒരു സ്ഥലത്തെത്തുമ്പോൾ പ്ലെയർ എവിടെ ഇരിക്കുന്നു അവർക്കറിയാം. കളിക്കാർക്ക് മനക്കെട്ടിൽ അറിയാൻ പറ്റും. എൻ്റെ കാലിൽ ബോളുണ്ട്, ഞാൻ മൈതാനത്തിൻ്റെ ഈ ഭാഗത്താണ് നിൽക്കുന്നത്, അപ്പോൾ എൻ്റെ ഇന്ന സ്ഥലങ്ങളിൽ പ്ലെയർ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പാസ് കൊടുത്താൽ ഇന്ന പ്ലെയർ എടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പാസ് കൊടുത്താൽ എതിർ ടീം വരും, അതുകൊണ്ട് കൊടുക്കണ്ട. അങ്ങനെ ഒരു കൃത്യമായൊരു മനക്കണക്ക് കിട്ടുന്ന തരത്തിലാണ് ആ ടീമിനെ ദലാഫുവിൻ്റെ മാത്രമല്ല അദ്ദേഹത്തിന് മുമ്പുള്ള ദെൽബോസ്കായാലും പിന്നെ ലൂയിസ് എൻട്രിക്കായാലും ഒക്കെ ആ ലെവലിലാണ് ഇതിനെ ടീമിനെ ബിൽഡ് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും. അപ്പോൾ ഒരു പ്രശ്നത്തിൽ ആ യന്ത്രത്തിൻ്റെ ഇന്ധനം എന്താണ്? പാസുകളാണ്. ആ പാസുകളാണ്. ആ യന്ത്രം ചലിക്കണമെങ്കിൽ അതിൻ്റെ പെട്രോൾ ഡീസലോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ മണ്ണെണ്ണ എന്താണ്? പാസസാണ്. ആ പാസസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാസിൽ നമ്മളിപ്പോൾ ഈ പെട്രോൾ എത്തനോൾ കലർത്തുന്ന പോലെ ആ പാസുകളിൽ എന്ത് ചെയ്യുക, ഒരു വെള്ളം ചേർക്കാൻ അർജൻറ്റീന കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ടീമിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ, അതിന് ചക്രങ്ങളൊക്കെ പിന്നെ തുരുമ്പെടുക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ അത് ശരിക്കും പ്രവർത്തിക്കാതാവും. അത് കളിക്കാരെ ഡെസ്പറേറ്റ് ആക്കാനാണ് സാധ്യത. അപ്പോൾ അർജൻറ്റീന കളിക്കാൻ സാധ്യതയുള്ള കളി ഞാൻ കാണുന്നത് അവരത് ഇംഗ്ലണ്ടിനെതിരെ വിജയകരമായി കളിച്ചു. കാരണം ഒന്നാം പകുതി സെമിയോണി, നമ്മുടെ ജൂലിയാനോ സിമിയോണി കളിച്ചൊരു കളിയുണ്ട്. ഇംഗ്ലണ്ടുകാരെ ശരിക്കും പ്രകോപിതരാക്കിയിട്ടും കൂട്ടമായി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അവരെ ശരിക്കും ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്ന കളി. സെയിം കളി എനിക്ക് തോന്നുന്നത് സ്പെയിനിൻ്റെ പാസിംഗ് ചാനലുകൾ മുറിച്ച് കളിയാനുള്ള ഒരു കളി എടുക്കും. സ്പെയിന് സാധാരണ ഹൈ അക്യുറേറ്റ് പാസിംഗ് പെർസെൻറ്റേജുള്ള ടീമാണ് സ്പെയിൻ. റോഡ്രിഗൊക്കെ 90+ ആണ് അയാളുടെ പാസിംഗ് അക്യുറസി. 94% ആണ് പാസിംഗ് അക്യുറസി. അങ്ങനെ ഒരു പ്ലെയർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടീമിന് ഈ പാസിംഗ് അക്യുറസി ബ്രേക്ക് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം യന്ത്രം കേട്ടിരുന്ന സംഗതി ആ ടീമിനകത്ത് വരും. ഡിസ്റ്റർബ്ഡ് ആവും. അത് കയോസ് ഉണ്ടാകും ഗ്രൗണ്ടിൽ. അർജൻറ്റീനയ്ക്ക് വേണ്ടത് ആ കയോസാണ്. അർജൻറ്റീന ഈ ടൂർണമെൻറ്റ് കളിച്ച് നോക്കിയാലും അവർ സ്ട്രക്ചർഡായി കളിക്കുന്ന സമയങ്ങളുണ്ട്. പക്ഷെ അത് എപ്പോഴാണ് എതിർ ടീം മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നിരിക്കുന്ന അല്ലെങ്കിൽ എക്സോസ്റ്റ് ആ സമയങ്ങളാണ് അർജൻറ്റീനയുടെ സ്ട്രക്ചർ പുറത്ത് വരുന്നത്. അർജൻറ്റീനയ്ക്ക് വളരെ മനോഹരമായ കളി ശൈലിയുണ്ട്, നമ്മൾ അധികം കണ്ടിട്ടില്ലെങ്കിലും. പക്ഷേ അതിൻ്റെ അടരുകൾ നമ്മൾ പല കളികളും കണ്ടിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് 20 മിനിറ്റൊക്കെ നന്നായി കളിക്കുന്ന ഘട്ടങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു പാസിംഗ് മൊമെൻറ്റുകൾ 24-25 പാസിലേക്ക് പോകുന്നൊക്കെ ഉണ്ട്. പക്ഷേ അത് എപ്പോഴും എതിർ ടീമിൻ്റെ ഒരു വീക്ക്നെസ് എക്സ്പോസർ ആവുന്ന ഘട്ടത്തിലാണ്. അപ്പോൾ സ്പെയിനിൻ്റെ വീക്ക്നെസ്, സ്പെയിനിൻ്റെ ഏറ്റവും സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇന്ധനം എന്ന് പറയുന്നത് പാസിംഗ് ആണ്. ആ പാസിംഗ് മുറിക്കാൻ വേണ്ടി അർജൻറ്റീന കളിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ കാര്യം ഫിസിക്കലി പ്ലേയേഴ്സാണ്. സ്പെയിൻ കളിക്കാരെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മാന്യന്മാരാണ്. കമ്പയറിംഗ് ടു അതർ ടീംസ് അവർ മാന്യന്മാരാണ്, അവർക്ക് മാന്യത ഉണ്ട്. അവർ കളിക്കുന്ന സ്ട്രക്ചറിലാണ്, അവർ കളിക്കുന്നത് പിന്നെ ടാക്ടിക്സിലാണ്. അർജൻറ്റീന കളിക്കാർ കളിക്കുന്നത് പാഷനിലാണ്, ആവേശത്തിലും അവരുടെ മോട്ടിവേഷനിലും പിന്നെ അതുപോലെ വാശിയിലുമാണ്. അപ്പോൾ ഈ മാനുഷിക ഗുണങ്ങൾ പുറത്തും യാന്ത്രിക ഗുണങ്ങൾ അപ്പുറത്തും ഉണ്ടാകുന്നൊരു കളിയിൽ യന്ത്രത്തിൻ്റെ പ്രവർത്തനം ഇല്ലാതാക്കുക എന്ന് പറയുന്നത്
പിന്നെ ഒരു സംഗതിക്കാണ് അർജന്റീന മുതിരുക. ആ ഒരു പണിയിൽ കഴിഞ്ഞ മാച്ചിൽ അത് സ്കലോനി അതിനുവേണ്ടി ഇറക്കി വിട്ട ആൾ കൃത്യമായിട്ടും പിന്നെ നമ്മുടെ സിമിയോണി ആയിരുന്നു. എൻസോ ഫെർണാണ്ടസ് 3-ാം മിനിറ്റിൽ ബെല്ലിംഗാമിനല്ലേ ഫോളോ ചെയ്യുന്നത്, അല്ല ഇലിയറ്റിന് ഫോളോ ചെയ്യുന്നുണ്ട്, ഒരു കയ്യന് ഫോളോ ചെയ്യുന്നുണ്ട്. അവരുടെ കളി ശരിക്കും മാനസികമായിട്ട് തകർക്കുക, ഇങ്ങോട്ട് കളിക്കാൻ വരണ്ട, ആ കളി നടക്കൂലട്ടോ എന്നുള്ളത് പുഷ് ചെയ്യുന്നുണ്ട്. ഉണ്ട് ഈ കളി നടക്കൂലട്ടോ, നിങ്ങൾ ഈ പാസിങ്ങും തട്ടിക്കളിയും ചുറ്റുകളിയും ഇവിടെ നടക്കൂല, ഇവിടെ വേറെ കളി ഉണ്ട് എന്നുള്ളത് ബോധിപ്പിക്കുക. അത് ആ ഒരു ഫിയർ ഇവരെ ബാക്ക് ഓഫ് മൈൻഡിൽ ഇൻജെക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു പണിയിൽ വിജയിച്ചു കഴിഞ്ഞാൽ അർജന്റീന കളി ജയിച്ചു എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അത് പിന്നെ എന്താ പറയുക, ദലാഫുവിൻ്റെ ഉറപ്പായിട്ട് മുൻകൂട്ടി കാണും, സംശയമൊന്നുമില്ല. അപ്പോൾ അതിന് അദ്ദേഹത്തിന് പ്ലാൻ ഉണ്ടാവും. ദലാഫുവിൻ്റെ അത് മുൻകൂട്ടി കണ്ടു എന്നുള്ള കാര്യം സ്കലോനിക്ക് അറിയാൻ പറ്റും, അപ്പോൾ അതിനകത്ത് പ്ലാൻ ഉണ്ടാവും. അങ്ങനെ ഈ ചാക്രിയമായ സംഗതിയിൽ ആണ് കളി പിന്നെ വിരിയ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും സ്പെയിന് പൊട്ടിച്ച് കഴിഞ്ഞാൽ, സ്പെയിൻ്റെ പാസിംഗ് പരിപാടി പൊട്ടിച്ച് കഴിഞ്ഞാൽ, അത് സിംപ്ലി പറയണമെങ്കിൽ സ്പെയിനിൻ്റെ പാസിംഗ് പരിപാടി പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളി ബലാബലമായി. പിന്നെ അപ്പോഴാണ് സൈഫ് പറഞ്ഞ ഈ മെസ്സി എന്ന് പറയുന്ന ഇതിഹാസത്തിൻ്റെ ശരിക്കുള്ളൊരു അവതാരം വരെ എപ്പോഴാണ്. സൈഫുക്ക് അറിഞ്ഞല്ലോ ഒരു മുൻതൂക്കം സ്പെയിനാണ് കാണണമെന്നുള്ളത് ഓൺ പേപ്പർ. അപ്പോൾ ഈ ഒരു അഗ്രസീവായിട്ടുള്ള, നമുക്കറിയാം അർജന്റീന പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു അഗ്രസീവ്നെസ് പുറത്തെടുക്കാറുണ്ട് എന്നുള്ളത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ എതിരാളികളെ എങ്ങനെ പ്രലോഭിപ്പിച്ചിട്ടും അങ്ങനത്തെ പല രീതിയിൽ. അപ്പോൾ ഈ ഒരു അഗ്രസീവ് ഗെയിമിനെ സ്പെയിൻ എങ്ങനെ നേരിടും എന്നുള്ളതാണ് തോന്നുന്നത്. ഇപ്പോൾ മിഡ്ഫീൽഡിൽ മേധാവിത്വം നിശ്ചയമായും സ്പെയിനാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അറ്റാക്കിംഗ് ആൻഡ് ഫിനിഷിംഗ് കുറെ കൂടി അർജൻറ്റീനയ്ക്കാണ് ഞാൻ മാർക്ക് കൊടുക്കുക. ഇപ്പോൾ ഓരോ കളിയിലും അതിങ്ങനെ നല്ല പ്രോഗ്രഷൻ അതിനകത്തുണ്ടായി, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. ഇപ്പോൾ ലാസ്റ്റ് കളിയിൽ നമ്മുടെ എൻസോയും മെക്കാലിസ്റ്ററും പിന്നെ ഒരു ഇമ്പാക്ട് സബ്ബായി മാറി ലൗട്ടാരോ, ഗംഭീര ഇമ്പാക്ട് സബ്ബായി. അളിയൻ അതേ ഒരു 80 മിനിറ്റിന് ശേഷം ഇറങ്ങിയ ഭയങ്കര എനർജി ലെവലിൽ ഇങ്ങോട്ട് വരുന്നു, ക്ലിനിക്കൽ ഫിനിഷിങ്. അപ്പോൾ മെസ്സിയുടെ ആ ലാസ്റ്റ് അസിസ്റ്റ് അത് കൃത്യം ഒരു കാവ്യ തന്നെയല്ലേ, കൃത്യം ആ സ്പോട്ട് ചെയ്തുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു അണ്ണുയിട എന്തെങ്കിലും ഒരു വീഴ്ചയില്ലാതെ കറക്റ്റ് ഹെഡ് ചെയ്ത് അതിനകത്ത് എത്തിച്ചില്ല. നമ്മൾ എങ്ങനെ നമ്മൾ ആ പന്തും കൊണ്ട് മെസ്സി പോകുമ്പോൾ ഒരു നിമിഷം പോലും അതേ അവിടെ ആരാ ഉള്ളതെന്ന് പോലും നോക്കുന്നില്ല, എല്ലാം മൈൻഡിലാണ്. അവിടെ ലൗട്ടാരോ ഉണ്ടാവുന്നത് കൃത്യം, അല്ലെങ്കിൽ ലൗട്ടാരോ അവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിൻ്റെ പാദസ്പർശങ്ങൾ പോലും ചിലപ്പം പുള്ളി ഇങ്ങനെ ആവാഹിച്ചിട്ടുണ്ടാവണം. അതെങ്ങനെ അങ്ങ് പോയിട്ട് കറക്റ്റ്. മുന്നിൽ 2 പ്ലേയേഴ്സ് ഉണ്ട്, 2 ഡിഫൻഡേഴ്സ് ഉണ്ട്. ആ മുന്നിലുള്ള തൊട്ട് ഡിഫൻഡർ ആരും എനിക്കറിയില്ല, അയാൾ ഒരു മുടിയുടെ കനത്തിലാണ് ബേണാ തോന്നുന്നു, ഒരു മുടിയുടെ ഒരു വ്യത്യാസത്തിൽ മാത്രം ലൗട്ടാരുടെ തലയിലേക്ക് പോകുന്നത്. ജോൺ സ്റ്റോൺസ് ആണ് പിന്നെ കിട്ടാതെ ലോത്താറേക്കാൾ ഹൈറ്റിലുള്ള സ്റ്റോൺസിന് കിട്ടാതെയാണ് വന്ന് കറക്റ്റ് അത് ഒരു വീഴ്ചയും കൂടാതെ കൃത്യം ക്ലിനിക്കൽ ഫിനിഷിങ് അത് കയറ്റി. അപ്പോൾ ഇങ്ങനെ ഇമ്പാക്ട് സബ്ബുമാരുണ്ട്. ഇപ്പോൾ ഡിപ്പോളിൻ്റെ കാര്യത്തിൽ വരെ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂഷൻ വന്ന് ഭയങ്കര ഇമ്പാക്റ്റിൽ ഉണ്ടാക്കിയത്. പക്ഷേ ഞാൻ പറയുന്നു അടുത്ത മാച്ചിൽ അയാൾ ഫസ്റ്റ് 11-ലുണ്ടാവും ഡിപ്പോൾ. ഇപ്പം ഷാഫിക്ക സൂചിപ്പിച്ചതുപോലെ 2 പൊസിഷൻ ഫുട്ബോൾ തമ്മിലുള്ള പിന്നെ ക്ലാഷാണല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു കുറെ കൂടി അവരുടെ ആ മിഡ്ഫീൽഡിലെ മേധാവിത്വം തകർക്കാൻ വേണ്ടി തന്നെയായിരിക്കും സ്കലോണി നോക്കുക. അപ്പോൾ ഈ ഡിപ്പോളിൻ്റെ ഒരു പ്രത്യേകത, അയാൾ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്ത് ബോൾ റിക്കവർ ചെയ്യാൻ മിടുക്കനാണ്. ഒരു ക്രൂഷ്യൽ മാച്ചൊക്കെ വരുമ്പോൾ കുറെ കൂടി അയാളിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ സ്കലോണി പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഷാഫിക്ക് സൂചിപ്പിച്ച പോലെ ഇംഗ്ലണ്ടിൻ്റെ ഒരു സവിശേഷമായ സ്റ്റൈൽ ഓഫ് പ്ലേ കണ്ടുകൊണ്ടായിരിക്കണം അവിടെ ഒരു കാവോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ സിമിയോണി ഇറക്കിയിട്ടുണ്ടാവും. പക്ഷേ സിമിയോണിയെ ഈ കളിയിലും ഫസ്റ്റ് 11-ൽ ഇറക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ ഒരു പ്രതീക്ഷ അനുസരിച്ച് ഡിപ്പോൾ എന്നെ ഇറക്കാനാണ് സാധ്യത. കാരണം അയാൾ കഴിഞ്ഞ തവണ അത് പ്രൂവൺ ചെയ്തു, അയാളുടെ ഒരു പോരാളിയാണ്. കുറെ കൂടി ഹോൾഡ് ചെയ്ത് കളിക്കുകയും ഈ പിന്നെ അവരുടെ പാസിങ് അപ്പുറത്തെ എതിർ ടീമിൻ്റെ ഹോൾഡിംഗ് പ്ലേ പൊളിക്കാനും കെൽപ്പുള്ള, പെട്ടെന്ന് ഫാസ്റ്റ് റിക്കവർ ചെയ്യാനൊക്കെ കെൽപ്പുള്ള ഒരാളുണ്ട് ഡിപ്പോൾ. അപ്പോൾ ഡിപ്പോൾ ഫസ്റ്റ് 11-ൽ എന്തായാലും ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഒരു പക്ഷേ മാറ്റം ഉണ്ടാവാൻ പോകുന്നത് യമാലിനെ പൂട്ടാനുള്ള ലെഫ്റ്റ് വിങ്ങിൽ ടാലിയാഫിക്കോ ഒക്കെ വരെ മെദീന ഇറങ്ങാനുള്ള സാധ്യത സംഗതി ഉണ്ട് കേട്ടോ. കാരണം അർജന്റീന ടൂർണമെന്റിൽ വഴങ്ങിയ 7 ഗോളുകൾ 6 വന്നത് ആ വിങ്ങിലൂടെ. ആ വിങ് ഏത് സമയവും പൊട്ടുന്നുണ്ട്. ടാലിയാഫിക്കോന്റെ വിങ് വളരെ വീക്കാണ്. അവിടെ മെദീന ആയപ്പോൾ ഫസ്റ്റ് 2 കളിയിൽ മെദീന ഉണ്ടായിരുന്നു. മെദീന ആയപ്പോൾ കുറെ കൂടി ഒരു പിന്നെ ശരാശരി നിലവാരം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മെദീന ഇറങ്ങാനുള്ള സാധ്യത കാണുന്നത് കുറെ കൂടി ടോളസ്റ്റ് ഉയരമുള്ള പ്ലെയറാണ് മെദീന. അതുകൊണ്ട് മെദീന ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. മെക്കാലിസ്റ്റർ മെദീനയായിരിക്കും യമാലിനെ പൂട്ടാൻ വേണ്ടി നിയോഗിക്കപ്പെടുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ആ വിങ്ങിൽ അവർ വരുന്നതോടുകൂടി
അങ്ങനെ ഒരു മാറ്റമാണ് ഞാൻ ഫൈനൽ ലെവലിൽ കാണുന്നത്. ഡിപ്പോൾ എന്തായാലും തിരിച്ചെത്തും. ലൗട്ടാരോ എന്തായാലും ഒരു സബ് തന്നെ ആയിരിക്കും ഇറങ്ങാൻ സാധ്യതയുള്ളത്. പിന്നെ കാര്യമായിട്ട് മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല. പിന്നെ ഈ അറ്റാക്കിങ്ങിലാണ് കുറേ കൂടി അർജൻറ്റീനക്ക് ഒരു പ്ലസ് പോയിന്റ് ഞാൻ കാണുന്നത്, അഡ്വാൻറ്റേജ് കാണുന്നത്. പിന്നെ ലയണൽ മെസ്സി എവിടെ കളിക്കും എന്നുള്ളതാണ്. ലയണൽ മെസ്സിയെ ഈ ഫൈനൽ തേർഡിൽ അദ്ദേഹത്തിൻ്റെ ആ സ്ഥിരം ഏരിയയിൽ വെച്ച് പൂട്ടാനായിരിക്കും, അതോ ഈ പറഞ്ഞ പോലെ കണക്ഷനൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ എംബാപ്പയെ പൂട്ടിയതുപോലെ പൂട്ടാൻ എളുപ്പമുള്ള ഒരു പ്ലെയർ അല്ല ലയണൽ മെസ്സി. അപ്പോൾ അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്പെഷ്യൽ ഇതൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ അതുണ്ടായാൽ തന്നെ അതിനെങ്ങനെ ലയണൽ മെസ്സി മറികടക്കാൻ പോകുന്നു എന്നുള്ളതും നമ്മൾ ഉറ്റുനോക്കേണ്ട ഒരു സംഗതിയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആദ്യം ഗോൾ ചെയ്യാൻ എന്തായാലും പേടിക്കും സ്പെയിൻ. ഫസ്റ്റ് ആദ്യം തീരുമാനിച്ച് കിടന്നാലേ നമ്മൾ ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് ഗോൾ എന്തായാലും അടിക്കേണ്ട. ഫസ്റ്റ് ഗോൾ അടിച്ച ഇവന്മാർക്ക് ഒരു ഭ്രാന്ത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വേണ്ട എന്ന് തീരുമാനിച്ച് കാണും. ഇനിയിപ്പോൾ ഫസ്റ്റ് ഗോൾ അടിക്കുകയാണെങ്കിൽ തന്നെ സെക്കൻഡ് ഗോൾ കൂടി അടിക്കാൻ തന്നെയായിരിക്കും സ്കലോണിയുടെ പ്ലാൻ. ആദ്യം ഗോൾ അടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സിറ്റ് ബാക്ക് ചെയ്യാൻ ഒരു കാരണവശാലും സാധ്യതയില്ല. സിറ്റ് ബാക്ക് എന്ന ഓപ്ഷൻ ഒരു കാരണവശാലും ലയണൽ സ്കലോണിയുടെ പ്ലാനിലുണ്ടാവാൻ വഴിയില്ല. ഒന്നടിച്ചാൽ പിന്നീടും ഒന്നുകൂടെ അടിക്കാൻ തന്നെയായിരിക്കും സാധ്യത. അങ്ങനെ ഒന്നുകൂടി അടിച്ചു കഴിഞ്ഞിട്ടൊരു പക്ഷേ സിറ്റ് ബാക്കിനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് പിന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ ഇന്ധനം ഓയിൽ എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞല്ലോ നമ്മൾ ഈ പാസ് എന്നുള്ളത്. അപ്പൊ ഇത് ഇവരുടെ ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ്. ഫ്രാൻസിനൊന്ന് ബോൾ പോലും തൊടിപ്പിക്കാത്ത രീതിയിൽ സഫക്കേറ്റ് ചെയ്യിപ്പിച്ചു. ആ ഒരു പൊസിഷൻ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ട്രെയിനിങ് ഡ്രില്ലൊക്കെ കാണുന്ന പോലെയാണ് ഇവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇവർ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ അർജന്റീന ഡു? അതിൽ 2 അപകടങ്ങൾ വരുന്നുണ്ട്. സ്പെയിനിൻ്റെ കളി ഇതുവരെ എക്സ്പോസർ ആവാതെ 2 അപകടങ്ങൾ വരുന്നുണ്ട്. ഒന്ന് പിന്നെ കുക്കുറയ എന്ന് പറയുന്ന ഒരു ഫുൾ ബാക്ക് നമ്മൾ ഭയങ്കര ഹൈ പ്രൈസ് ചെയ്തിട്ടുള്ള, നമ്മൾ ഈ ടൂർണമെൻറ്റിൽ മുമ്പ് നമ്മൾ ഈ ഫ്ലോറിൽ നിന്നിട്ട് കുറേ പറ്റി നമ്മൾ ഹൈ പ്രൈസ് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ 2 അസിസ്റ്റൊക്കെ ഉള്ള ഒരു മാച്ച് ഉണ്ടായിരുന്നു. അപാരമായ വർക്ക് റേറ്റാണ് ഡിഫെൻസീവ്ലി. ഫ്രാൻസിനെതിരെ ഡിഫെൻസീവിൽ ആൾ കളിച്ച ഫൈനൽ മിനിറ്റ് ചാലഞ്ചൊക്കെ ലാസ്റ്റ് മിനിറ്റ് ചാലഞ്ചൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എംബാപ്പൻ്റെ കാലുമെന്നുള്ളൊരു ബോൾ തട്ടി മാറ്റിയത് ഫൈനൽ. പക്ഷേ കുക്കുറേ ഒരു പ്രോൺ ടു മേക്ക് മിസ്റ്റേക്സ് എന്നുള്ള സംഗതി ഉണ്ട്. അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, എക്സ്പോസർ ആയിട്ടില്ല. കുക്കുറേൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ആൾ നമ്മളെന്താ പറയുക, ചാവിയാണ്. നമ്മൾ ചാവി എടുത്ത് കളിക്കാരനാണെന്ന് പറയും. ഈ ചാവി എടുത്ത് കളിക്കാർ ഇയാൾ ഈ പറഞ്ഞ പോലെ ഓവർ മോട്ടിവേഷൻ, ഇതിൽ ഭയങ്കരമായിട്ട് വർക്ക് റേറ്റ് ഒക്കെ ഉള്ള ഒരു പ്ലെയറാണ്. അപാര ആത്മാർത്ഥയാണ്. ആ ആത്മാർത്ഥത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് അവിടെ എന്ത് ചെയ്യുക, അബദ്ധങ്ങൾ വരുത്തി സാധ്യതയുണ്ട് എന്നുള്ളത്. മുമ്പ് പലപ്പോഴും അയാൾ ചെൽസി കളിച്ചപ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഇങ്ങനത്തെ ഇത് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് പലപ്പോഴും റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇയാൾ കരിയറിൻ്റെ തുടക്കത്തിൽ ഞാൻ ഇയാളെ ഇഷ്ടപ്പെടുന്നത് ഇയാൾ വർക്ക് റേറ്റ് കൊണ്ടാണ്. എൻ്റെ ഒരു ഫേവററ്റ് പ്ലെയറാണ്. പക്ഷേ അപ്പോൾ അന്നൊക്കെ ഈ ഫുട്ബോൾ ഗ്രൂപ്പുകളിലൊക്കെയുള്ള വിമർശനങ്ങൾ പ്രധാനപ്പെട്ട ഏരിയ ആശാന് അബദ്ധങ്ങൾ വരുത്തുന്നുള്ളൊരു വിമർശനം ഉണ്ടായിരുന്നു. മെസ്സി ഓപ്പറേറ്റ് ചെയ്യുന്ന ഏരിയയിൽ അത് ആണ്, മെസ്സിൻ്റെ ഓപ്പറേഷൻ ഏരിയയാണ് അത്. കുക്കുറയ എന്ന് പറയുന്ന ഒരാൾക്ക് അയാളെങ്ങനെയാണ് അതിനെ അബ്സോർബ്, അയാളുടെ സ്വാഭാവികമായ കളിയിൽ കയറി വന്ന് കളിക്കുമോ? അയാളുടെ ഒരു കുക്കുറയുടെ ഒരു അഡ്വാൻസിങ് ആണ് സ്പെയിനിൻ്റെ കളിയിൽ ഒരു ഭയങ്കര ഒരു എക്സ്ട്രാ പോയിൻ്റായിട്ട് വരുന്നത്. കാരണം ആ വിങ്ങിൽ മറ്റൊരു യമാൽ, പെഡ്രോ പോറോ, പിന്നെ എന്താ പറയുക ഇവൻ പോഗുബാർസി, അത് ഒരു കൃത്യമായ ചാനലാണ്. അവിടെ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് ഇതുവരെ ഇല്ല. പക്ഷേ ഈ ഏരിയയിൽ ഇയാളുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല നന്നായിട്ട് റോഡറി ആൾ കവർ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷെ മറ്റേ ബെൽജിയത്തിന് ഇവര് സ്പെയിനെതിരെ അടിച്ചില്ലേ അതെനിക്ക് തോന്നുന്നു ആ ഒരു വിങ്ങിൽ അവര് വല്ലാണ്ട് ശ്രദ്ധ കൊടുക്കാതെ കളിപ്പിച്ചതുകൊണ്ടാണ്. അവിടെയും കുക്കുറയ ഉണ്ടായിരുന്നു. കുക്കുറേന്റെ ബാക്കിൽ ആളെ ബാക്കിൽ ലാപ്പോർട്ടായാലും അല്ലെങ്കിൽ പുറത്ത് മറ്റേ നമ്മുടെ റോഡറി ആയാലും ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ മെസ്സി എന്ന് പറയുന്ന എക്സ് ഫാക്ടർ വർക്ക് ചെയ്യുമ്പോൾ കുക്കുറയ ഇൻ കേസ് അയാൾക്ക് എന്തെങ്കിലും പറ്റുകയാണ് എൻ്റെ ഒരു പേടി. ഞാനിപ്പോൾ കഴിഞ്ഞ മാച്ചിൽ നൂറനോട് ചോദിച്ചിരുന്നു മറ്റേ ആരായിരിക്കും ഫ്രാൻസ് ഈ മാച്ചിൽ, ഫ്രാൻസ് സ്പെയിൻ മാച്ചിൽ, അപ്പോൾ ഞാൻ ഏത് പ്ലെയറായിരിക്കും ഈ മാച്ചിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ ആ പ്ലെയറല്ല, ഞാൻ പറഞ്ഞ യമാൽ, പോഗുബാർസി, എന്താ പറയുക നമ്മളെ പെഡ്രോ പോറോ, ആ ഏരിയയ്ക്കൊന്നും പറഞ്ഞിട്ടുണ്ടോ? അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ വന്നു. ഞാൻ എൻ്റെ വൈദഗ്ധ്യം കൊണ്ടൊന്നല്ല, ഞാനിത് പറഞ്ഞ കാര്യമാണ്. എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് ഇതാണ്, ഈ ഏരിയയിൽ ഇയാൾക്ക് പ്രശ്നം പറ്റാൻ സാധ്യതയുണ്ട്. അത് മെസ്സിക്കോ അല്ലെങ്കിൽ അർജന്റീനയ്ക്കോ മുതലെടുക്കാൻ കഴിയുന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഈ പാസിംഗ് ഫുട്ബോളിൻ്റെ, പൊസിഷൻ ഫുട്ബോളിൻ്റെ ഒരു സ്വാഭാവികമായ സംഗതിയാണ് ഹൈ ലൈൻ ഡിഫൻസ് എന്ന് പറയുക. അല്ലെ, അവർ കളി മുറുകി വരുമ്പോൾ സ്വാഭാവികമായിട്ട് പാസിംഗ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ബാക്ക് ലൈൻ ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ആ സമയത്ത് എതിർ ബോക്സിലേക്കും ഈ മാച്ചിലെ 22 കളിക്കാരും 21 കളിക്കാരും അവിടെ ആയിരിക്കും. ഗോൾ കീപ്പർ പുറത്ത് മാറ്റി 21 കളിക്കാരും അവിടെ ആയിരിക്കും. അപ്പോൾ സംഭവിക്കുക സ്വന്തം ഹാഫിൽ ഒരു വലിയ സ്പേസ്, ഒരു ഗ്യാപ്പ് വരും. ബോക്സിൻ്റെയും ഗോൾ കീപ്പർ ബോക്സിൻ്റെ തലപ്പത്ത് നിന്നാലും ബോക്സിൻ്റെയും സെൻട്രൽ ലൈൻ വരെയുള്ള ഒരു വലിയൊരു എംപ്റ്റി സ്പേസ് വരും.
ആ സ്പേസിലേക്ക് ബോൾ എത്തിക്കുക, അതുവഴി കൗണ്ടർ അറ്റാക്ക് ചെയ്തിട്ട് ഗോൾ നേടുക എന്നുള്ള ഒരു അപകടം അവിടെ നിൽക്കുന്നുണ്ട്. അത് ഹൈ പേസ് കളിക്കുന്ന ടീമുകളൊക്കെ, ഹൈ കൗണ്ടർ അറ്റാക്ക് കളിക്കുന്ന ടീമുകളൊക്കെ അത് ഉപയോഗപ്പെടുത്താറുള്ളതാണ്. നമുക്ക് 2022 വേൾഡ് ഫൈനലിൽ മെസ്സി ഉണ്ടാക്കിയൊരു ഗോളുണ്ട്. മെസ്സി നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നു, അവർക്ക് മൊളീനെ കൊടുക്കുന്നു. അതെ അതെ, പാസ് കൊടുത്ത് മെസ്സി ഒറ്റ ഫ്ലിക്ക് കൊണ്ട് മെസ്സി എനിക്ക് തോന്നുന്നു അവരുടെ റൈറ്റ് വിങ്ങിലോട്ട് മൊളീനെ കൊടുക്കുന്നു. മെക്കാലിസ്റ്റർ റൺ നടത്തുന്നുണ്ട്, ഡിമറിയ ഗോൾ അടിക്കുന്നത്. ആ ഒരു സംഗതി അതായിരുന്നു. അത് ഈ പ്രസ്സിംഗ് ടീമിന്റെ ഒരു പ്രശ്നം, അവിടെ ഒരു എം ടി സ്പേസ് വരുന്നു. ആ എം ടി ഇവിടെ ഹാഫ് സ്പേസ് രണ്ടും, പിന്നെ റൈറ്റ് ഹാഫ് സ്പേസും അതിൻ്റെ പുറത്തുള്ള ഭാഗവും ഫ്രീ ആയി കിടക്കും. അത് പിന്നെ ഇതിൻ്റെ ഒരു ഈ പ്രസ്സിംഗ് ഫുട്ബോളിൻ്റെ ഒരു പ്രശ്നമാണ്. അതിന് നമുക്ക് അതിന് മരുന്നില്ല. കാരണം ആ ടീം ആ ഡിഫൻസിനെ ഇറക്കി വെച്ചാൽ റിവാർഡ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ എടുക്കുന്ന ഇവരെ ഇറക്കിയത്തെ പിന്നെ ഈ പ്രസ്സിംഗ് ഫുട്ബോളല്ലേ ചത്ത ഫുട്ബോൾ ആയിക്കൊണ്ടോ, കാരണം ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഏരിയ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ പ്ലേയേഴ്സ് അർജന്റീനയ്ക്ക് ഉണ്ടെന്നാണ്. ഒന്ന് ഡെഫിനറ്റ്ലി മെസ്സി അങ്ങോട്ട് ഓടി കയറേണ്ട ആവശ്യമില്ല. മെസ്സി അവിടെ നിന്ന് പാസ് കൊടുത്താൽ മതി. മെക്കാലിസ്റ്റർ ഉണ്ട്, പിന്നെ നമുക്ക് അവിടെ ലൗതാരോ മാർട്ടിനസ് ഉണ്ട്, ഇയാളുടെ ഹൂലിയൻ അൽവാർസ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ക്രൊയേഷ്യക്കെതിരെ അടിച്ച ഗോളും ഓർമ്മയുണ്ടല്ലോ. അയാൾ ഇതുവരെ ഒരു മറ്റേ ലോങ് റേഞ്ചർ ഒഴിച്ചാൽ ആൾ ഇതുവരെ ആളുടെ പ്രൈമിലേക്ക് എത്തിയിട്ടില്ല ഇൻ ദ സെൻസ് ഓഫ് ഗോൾ സ്കോറിങ്ങിൽ. ഒരു പക്ഷേ ആൾ കത്തിച്ച് ഫൈനലാണെങ്കിലോ. അപ്പോൾ അതാണ് ഈ സ്പെയിനിൻ്റെ ഒരു അപകട മേഖല എന്ന് ഞാൻ കാണുന്നത്. അത് ഇനി അങ്ങനെ വിചാരിച്ചാലും സ്പെയിൻ അതിനകത്ത് അതൊരു പിന്നെ എന്താ പറയുക, അതിന് പരിഹാരം സ്പെയിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ സ്വാഭാവികമായ പാസിംഗ് ഗെയിമിലാണെങ്കിൽ ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവും. ആ പ്രശ്നം ഇതിൽ നല്ലത് പലതവണ പല മാച്ചുകളിൽ ഇപ്പോൾ ബാഴ്സലോണ ആയാലും അല്ലെങ്കിൽ സ്പെയിൻ്റെ ആയാലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഹൈലൈൻ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഒരു കാത്തിരുന്ന് കണ്ടത്. ഞാൻ ഒരു പ്രഡിക്ഷൻ ചോദിക്കാം. 2 തലത്തിലാണ് ഞാൻ പ്രഡിക്ഷൻ ചോദിക്കാം. ഹൃദയത്തിലെ പ്രഡിക്ഷനും തലച്ചോറിലെ പ്രഡിക്ഷനും. പറ ഫസ്റ്റ് തലച്ചോറ് വേണ്ട, ഹൃദയത്തിലെ പ്രഡിക്ഷൻ പറഞ്ഞോ സൈഫുക്ക. ഹൃദയമാണ്. അതെ, ഹൃദയത്തിലെ പ്രഡിക്ഷൻ അർജന്റീന ജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രഡിക്ഷൻ. സ്കോർ 2-1. നീ തലച്ചോറിട്ടോളൂ. തലച്ചോറിലും തലച്ചോറായാലും ഹൃദയത്തിലായാലും ഒക്കെ അർജന്റീന ജയിക്കാൻ അത് വ്യത്യാസമുണ്ട്. അത് ഓൺ പേപ്പർ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞതാണ് തുടക്കത്തിൽ പറഞ്ഞല്ലോ. എന്താ പറയാ, എന്തുകൊണ്ടും സാധ്യത സ്പെയിനാന്ന് പറഞ്ഞല്ലോ. ഇല്ല 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 ഞാൻ പറഞ്ഞിട്ടില്ല. അതിന്റെ എൻഡ് റിസൾട്ട് അർജന്റീന നിങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ട്. കോൺസിക്യൂട്ടീവ് കിരീടം, നോ ഡൗട്ട്, ഉറപ്പാണ്. ഇല്ല സ്പെയിൻ ജയിക്കുകയാണെങ്കിൽ എത്രയായിരിക്കും സ്കോർ ലൈൻ? ഇല്ല, സ്പെയിൻ ജയിക്കാൻ പോകുന്നില്ല. ചോദ്യം ഉദിക്കുന്നില്ലല്ലോ. സ്പെയിൻ ജയിക്കാനേ പോകുന്നില്ല. ലയണൽ മെസ്സി എന്ന് പറഞ്ഞ എക്സ് ഫാക്ടറിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ലയണൽ മെസ്സി എന്നുള്ള താരത്തെ കൂട്ടിയാൽ കൂടുന്ന ഒരു ടീമല്ല സ്പെയിൻ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്ന് വെച്ചാൽ ലയണൽ മെസ്സി അയാളുടെ കരിയറിലെ ഏറ്റവും പീക്കിൽ നിൽക്കുന്നു. ഞാൻ പലപ്പോഴും പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, അയാളുടെ കരിയറിൽ 2 ഘട്ടങ്ങളാണ്. ഒരു ഘട്ടം 2016 കോപ്പ സെന്റിനാരിയോട് കൂടി കഴിഞ്ഞു പോയി. അയാൾ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി റിട്ടയർ ചെയ്ത ഒരു ഘട്ടം അവിടെ തീർന്നു. അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അത് വിശദമായിട്ട് തിരിച്ചു വരണം. ഞാൻ ഇവിടുത്തെ തലച്ചോറ് ഹൃദയം ഒന്ന് അറിയട്ടെ. ഇവിടെ സ്വാഭാവികമായിട്ട് ഒരു ഫുട്ബോളിക് പിന്നെ വിലയിരുത്തലുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ മുൻ മാച്ചസ് പറഞ്ഞ പോലെ സ്പെയിൻ ഈ കളി ജയിക്കേണ്ടതാണ്. കാരണം 65-35 ആണ് ഗ്ലോബലി തന്നെ ഫുട്ബോൾ പണ്ഡിറ്റുകളൊക്കെ ഈ മാച്ച് പറയുന്നത്. 65% സ്പെയിനും 35% അർജന്റീനയും ജയിക്കുന്നതാണ് പറയുന്നത്. സ്കോർ ലൈൻ ആണെങ്കിൽ ഇത് നോർമൽ സാധാരണ ഘട്ടത്തിലെങ്കിൽ 2-1 അല്ലെങ്കിൽ 2-0 അല്ലെങ്കിൽ 3-1 എന്നുള്ളതാണ് ഈ ആ ഒരു ഇതിന്റെ ഒരു. പക്ഷെ എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ അർജന്റീന ജയിക്കണം, സ്വാഭാവികമായിട്ട് അർജന്റീന ജയിക്കും എന്നുള്ളതാണ്. നമ്മൾ ഇത്രയധികം മെസ്സി എത്തിച്ചല്ലോ അല്ലേ. അർജന്റീന ഇവിടെ മെസ്സി എത്തിച്ചു. അയാൾക്ക് സമാനതകളില്ല. അയാൾ ഈ വേൾഡ് കപ്പ് കൂടി ഞാൻ പറഞ്ഞ പോലെ തുടക്കത്തിൽ നമുക്ക് ഇങ്ങനെ ഈ അർജന്റീന എവിടെയെങ്കിലും സെമിയോ ക്വാർട്ടറൊക്കെ എത്തിയിട്ട് പുറത്താനും കുഴപ്പമൊന്നുമില്ല എന്നുള്ള ലെവലിൽ നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ബ്രസീലുമായിട്ട് സെമി വരും, ആ കളിയിൽ അർജന്റീന എങ്ങനെയെങ്കിലും തോറ്റ് പുറത്താവുന്നൊക്കെയുള്ളൊരു ഇതെനിക്കുണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ സത്യം പറഞ്ഞെങ്കിൽ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. കാരണം ബ്രസീലിൻ്റെ ഒരു കമ്പാക്ക് വേണമല്ലോ എന്നൊക്കെ ആഗ്രഹത്തിലൊക്കെ ലാറ്റിൻ അമേരിക്കൻ ടീമും കൂടി വരണം എന്നുള്ള ആഗ്രഹത്തിൽ സെമിയിൽ ബ്രസീൽ അർജന്റീന സെമി വരിക, അതിൽ ഷൂട്ടൗട്ടിലൊക്കെ ഒരു വിധി നിർണ്ണയിക്കപ്പെട്ട അതിൽ അർജന്റീന പുറത്താവുന്നൊക്കെ അങ്ങനെ വെറുതെ ഒരു സ്വപ്നം കണ്ടിരുന്നു തുടക്കത്തിൽ. ഞാൻ അർജന്റീന ഫാനാണ് എന്നാൽ പോലും. പക്ഷേ ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഇല്ല, നമ്മൾ എല്ലാ ആരാധകർക്കും ഇവിടെ ഫൈനലിൽ എത്തിയ സ്ഥിതിക്ക്, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിനെതിരെ അങ്ങനെ കളിയിൽ ജയിച്ച സ്ഥിതിക്ക് ഇനി തോറ്റു കൊടുക്കുക എന്നുള്ളത് നമുക്ക് സഹിക്കൂല. അതുകൊണ്ട് ഫൈനലിൽ അർജന്റീന 2 ഗോൾ വ്യത്യാസത്തിന് ജയിക്കണം അല്ലെങ്കിൽ ജയിക്കും എന്നാണ് എൻ്റെ ഹൃദയം പറയുന്നത്. അവിടെ ഹൃദയം തലച്ചോറും വ്യത്യാസമുണ്ട്.